ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഈ സംഖ്യകൾക്കെതിരെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം പൈസ ഉണ്ടാക്കലല്ല കേട്ടാ. അങ്ങനെ പൈസ ഉണ്ടാക്കലാണെങ്കിൽ ആരാന്റെ അവീതം പറഞ്ഞിട്ട് യൂട്യൂബർമാർ കോടികൾ ഉണ്ടാക്കിയത്, അങ്ങനെ അവീത കഥകൾ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ വിവരം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ സംഘപരിവാറിന്റെ ഒരുപാട് കോടിക്കണക്കിന് വാട്സപ്പ് കള്ളങ്ങളില്ല, ആ കള്ളങ്ങളിൽ നമ്മൾ വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാർ വീണു പോകുന്നുണ്ട്. അത് വളരെ ദയനീയാട്ടാ. അങ്ങനെ ഒരു സംഭവമാണ് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടത്. ഒരു പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയില്ല. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതുപോലുള്ളവർക്കൊന്നും പേരില്ല. വെറുതെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപരമത വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ വെച്ചിട്ടുള്ള ഇറങ്ങി തിരിച്ചു സംഘികളൊക്കെ. ഇനി നോക്കാം, നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 700 കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജിന് 700 കോടി പേരുകളുണ്ടായിട്ടും ഈശോ എന്നുള്ള ഒറ്റ പേര് മാത്രമേ പൃഥ്വിരാജിന് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ, പൃഥ്വിരാജെ, എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഈ 700 കോടി പേരുകൾ ഉണ്ടായിട്ടും വെറും ഒരു പേര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് മാത്രം എടുത്ത് ഈശോ എന്നുള്ള പേരെടുത്ത് ഈശോ വ്യഭിചാരം ചെയ്തു, ഈശോ അബോർഷന് പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ. താങ്കൾ വിദേശത്തൊക്കെയാണ് പഠിച്ചതൊക്കെ, പക്ഷേ മലയാളവും താങ്കൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. താങ്കൾക്ക് ഇങ്ങനെ ഞങ്ങളെ മുറിപ്പെടുത്തുകയും ആക്ഷേപിച്ചും അരി മേടിക്കണം എന്നുള്ളതാണ് താങ്കളുടെ വാശിയെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് തരാൻ സഹോദരൻ. അച്ഛൻ എന്തായാലും അരി വാങ്ങാൻ വേണ്ടി പിരിവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒരുപാട് വിശ്വാസികൾ തരുന്നുണ്ട് അച്ഛന് ഭക്ഷണമായിട്ട്. പക്ഷെ അച്ഛാ, ഈ സംഘപരിവാറിന്റെ നുണകളോട് ഇങ്ങനെ അടിമത്തപ്പെട്ടു പോയിട്ട് യേശുവിന് എന്ത് കുറ്റ പറയുന്നു? അച്ഛൻ ഇമാതിരി ചൊറിച്ചിലും കൊണ്ട് ഇറങ്ങും. അച്ഛനൊരു കാര്യം അറിയാം, ഈ പൃഥ്വിരാജിനെതിരെ ഈ സംഘപരിവാറുകാർക്ക് ചൊറിച്ചിൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. അച്ഛൻ അതിന് വളവിട്ട് കൊടുക്കലാണ്. പിന്നെ അച്ഛൻ അറിയാത്തൊരു കാര്യമുണ്ട്, ഇതിന്റെ തിരക്കഥ ഒരു ക്രിസ്ത്യാനിയാണ് രചിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമ നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂർ എന്ന സത്യക്രിസ്ത്യാനി അച്ഛോ. അച്ഛൻ അവർക്കെതിരെ ഒന്നും പറയാണ്ട് ഈ സിനിമ സംവിധാനം ചെയ്ത പൃഥ്വിരാജിന്റെ മേലെ ഈ സംഘപരിവാറിന്റെ വൃത്തികെട്ട ആശയം ഉണ്ടല്ല, അതുമായി ചെല്ലല്ല അച്ഛോ. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായത് എവിടെ അറിയാം, കമന്റ് ബോക്സിൽ ചെന്നപ്പോൾ ഉണ്ടല്ല, ഒരുപാട് ക്രിസ്ത്യാനികൾ, നല്ലവരായ ക്രിസ്ത്യാനികൾ അച്ഛനെ വിളിക്കാത്ത തെറിയില്ല. സത്യം, അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ വേണ്ടത്. ഇതുപോലെ ക്രിസ്തങ്കി മനസ്സുള്ളവരൊക്കെ പുറത്തു വരട്ടെ, അവർ സമൂഹത്തിന്റെ മുന്നിൽ കാണപ്പെടട്ടെ, എന്നാലും നമുക്ക് അവർക്കെതിരെ പ്രതികരിക്കാൻ കഴിയും. എന്തൊക്കെ പറഞ്ഞാലും അവീതത്തിന്റെയും കുത്സിതത്തിന്റെയും പിന്നാലെ ഞാൻ എന്തായാലും പോകില്ല. ഞാൻ സംഘികളെ പിന്നാലെ പോവേ ഉള്ളൂ. ഇതുപോലെ സംഘപരിവാറിന്റെ കള്ളത്തരങ്ങളിൽ വീണുപോകുന്ന ഒരുപാട് നല്ലവരുണ്ട്. അവരെ അതിലേക്ക് വീഴാതിരിപ്പിക്കാൻ വേണ്ടി ഒരുമാതിരി ഞാൻ ശ്രമിക്കും. എന്നാ പിന്നെ ശരി, സുലാൻ.